നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്ക് പടക്കം പൊട്ടിക്കാൻ പറ്റുമോ? പറ്റും. പൊട്ടിച്ച് കാണിച്ചു തരാം. വിഷുവിന് പടക്കം പൊട്ടിച്ചിട്ട് കയ്യും കാലും പൊള്ളിയെന്ന് ഇനി ആരും പറയരുത്. ചൈന പോലും ഇറക്കാത്ത ഒരു ഐറ്റമാണ് സൂപ്പർ ടെക് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ ടെക് ഒരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ വിഷുക്കാണ്. എന്താണ് പരിപാടി? കുറച്ച് പടക്കം മേടിക്കണം, പൊട്ടിക്കണം. എങ്ങനെയാണ് നമ്മൾ സാധാരണ പടക്കം പൊട്ടിക്കാറുള്ളത്? നമ്മൾ ഒന്നുകിൽ കത്തിച്ചെറിയും അല്ലെങ്കിൽ തീ കൊടുത്ത് പൊട്ടിക്കും. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്ന് നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ഇന്ന് പടക്കം പൊട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞ സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വർക്ക് അങ്ങോട്ട് തുടങ്ങാം. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പടക്കം പൊട്ടിക്കാൻ എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്നും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും വളരെ വിശദമായി തന്നെ ഞാൻ പറഞ്ഞുതരാം. ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മൾ കാറിലൊക്കെ സിഗരറ്റ് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ലൈറ്ററാണിത്. ഇതിലേക്ക് കറണ്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് ചുട്ടുപഴുക്കും. അങ്ങനെ അത് തീയായി മാറും. ആ തീ കൊണ്ടാണ് നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോകുന്നത്. ഇനി ഇലക്ട്രിക് ലൈറ്ററുമായി കണക്ട് ചെയ്യാനും നമ്മുടെ സ്മാർട്ട് ഫോണുമായി ലിങ്ക് ചെയ്യാനുമായി നമുക്കൊരു വൈഫൈ നെറ്റ്വർക്ക് കാർഡ് കൂടി വേണം. ഒരുപാട് ഫംഗ്ഷനും ഫീച്ചറുമുള്ള ഒരു റിലേ സ്വിച്ചിങ് നെറ്റ്വർക്ക് ബോർഡാണിത്. ഇതിലൂടെ നമുക്ക് ഒരുപാട് ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളെ വീട്ടിലെ ലൈറ്റ്, ഫാൻ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ ഇതെല്ലാം നമുക്ക് ഇതുവഴി കണക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന് വൈഫൈ മാത്രമല്ല, ഇന്റർനെറ്റ് കൂടി സപ്പോർട്ട് ചെയ്യും. ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇന്റർനെറ്റിലൂടെ നമുക്ക് ഈ ഡിവൈസ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇനി ഇതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു ബാറ്ററി കൂടി വേണം. 2200 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളെ ഈ വിഷുവിന് പടക്കം പൊട്ടിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഇതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി നമ്മൾ ഇതെല്ലാം കണക്ട് ചെയ്യാൻ പോവുകയാണ്. അത്യാവശ്യം ലോഡുള്ള വയർ തന്നെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കണം. കാരണം ഹീറ്റിംഗ് കോയിൽ കത്തുന്ന സമയത്ത് അത്യാവശ്യം ലോഡും ഈ വയറിലേക്ക് എടുക്കും. അപ്പം നമ്മൾ കുറഞ്ഞ ഗേജുള്ള വയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ വയർ കത്തിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിന്റെ കണക്ഷൻസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. എങ്ങനെയാണ് നമ്മൾ ഒരു ലൈറ്റും ഫാനും ഒക്കെ ഒരു സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നത്, അതുപോലൊക്കെ തന്നെയാണ് ഇതും കണക്ട് ചെയ്യുന്നത്. ഇതൊരു ഇലക്ട്രിക് സ്വിച്ച് ആണെന്ന് മാത്രം. നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും, വിഷുവിനൊക്കെ പടക്കം പൊട്ടിക്കാൻ വേണ്ടി ഇത്രയും പൈസയ്ക്ക് ഇതൊക്കെ വാങ്ങിച്ച് കണക്ട് ചെയ്തിട്ട് വേണോ ഒരു പടക്കം പൊട്ടിക്കാൻ എന്നുള്ളത്. ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചത് പല എക്സ്പെരിമെന്റുകൾ ഇതുപോലെ ചെയ്യാനോ യൂട്യൂബ് വീഡിയോകൾക്കൊക്കെ വേണ്ടിയാണ്. വിഷുവൊക്കെ അല്ലേ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഞങ്ങളും അങ്ങ് വിചാരിച്ചു. ബാറ്ററിയും നെറ്റ്വർക്ക് ബോർഡും എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മുടെ അടുത്ത ജോലി ഇലക്ട്രിക് ലൈറ്ററിന് കണക്ഷൻ കൊടുക്കലാണ്. ഒരു കാരണവശാലും നമ്മൾ ഇത് സോൾഡർ ചെയ്യാൻ പാടുള്ളതല്ല. കാരണം ഇത് അത്യാവശ്യം നന്നായി ഹീറ്റ് ആവുന്നത് കൊണ്ട് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ലഡ് ഉരുകി പോകാനും കണക്ഷൻ കട്ടായി പോകാനും സാധ്യത വളരെ കൂടുതലാണ്. ഇലക്ട്രിക് ലൈറ്ററിന് കണക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി വൈഫൈ കാർഡിന് കൂടി കറണ്ട് കൊടുക്കണം. അതും നമുക്ക് ഇതേ ബാറ്ററിയിൽ നിന്ന് തന്നെ കറണ്ട് എടുക്കാം. ഇലക്ട്രിക് ലൈറ്റർ 12 വോൾട്ടിനാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ വൈഫൈ കാർഡ് വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടിലാണ്. അങ്ങനെ നമ്മൾ ഇതെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതൊന്ന് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. വൈഫൈ നെറ്റ്വർക്ക് കാർഡിന്റെ പവർ ലൈറ്റ് കത്തുന്നുണ്ട്. ഇനി നമുക്ക് ഇത് സ്മാർട്ട് ഫോണുമായി കണക്ട് ചെയ്തിട്ട് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. സാധാരണ രീതിയിൽ എങ്ങനെയാണോ നമ്മളൊരു വൈഫൈ ഡിവൈസും ഫോണുമായി കണക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് നമ്മൾ ഇതും കണക്ട് ചെയ്യാൻ പോകുന്നത്. ഫോണിന്റെ സെറ്റിംഗ്സിൽ പോയി വൈഫൈ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലഭ്യമായിട്ടുള്ള എല്ലാ വൈഫൈ നെറ്റ്വർക്കുകളും നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ഏതാണോ നമുക്ക് ആവശ്യമായ വൈഫൈ നെറ്റ്വർക്ക് അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ കൂടി നമ്മൾ ഓൺ ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ വഴിയാണ് ഇതിന്റെ റിലേ സ്വിച്ചുകളെല്ലാം നമ്മൾ ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതുമെല്ലാം. ഇനി നമുക്ക് ഫോണിലെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. വൈഫൈ നെറ്റ്വർക്ക് കാർഡും അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ലൈറ്റർ കോയിലും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇലക്ട്രിക് ലൈറ്റർ കത്തി ജ്വലിക്കുകയാണ് മച്ചാന്മാരെ. ഈ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം ഒട്ടനവധി അടിപൊളി വീഡിയോസുകളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്.
സംഭവം ഒരു ജെറ്റ് എഞ്ചിനൊക്കെ കത്തിജ്വലിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലേ മച്ചന്മാരെ. ഇനി നമുക്ക് ഇലക്ട്രിക് ലൈറ്റർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെറ്റൽ ഷീറ്റ് വേണം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ പടക്കം പൊട്ടുന്ന സമയത്തുണ്ടാകുന്ന പ്രകമ്പനം കാരണം ഇലക്ട്രിക് ലൈറ്റർ തെറിച്ചു പോകാനോ അല്ലെങ്കിൽ കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു മെറ്റൽ ഷീറ്റ് എടുത്തിരിക്കുന്നത്. ഇലക്ട്രിക് ലൈറ്റർ നമുക്ക് ഇതിലൊന്ന് ഫിക്സ് ചെയ്ത് നിർത്തണം. അതിൽ നമുക്കൊരു ഗ്ലൂ ഗൺ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് അതൊന്ന് ഫിക്സ് ചെയ്ത് നിർത്താം. അങ്ങനെ നമ്മുടെ വർക്കുകളൊക്കെ കഴിഞ്ഞു. ഇനി നല്ലൊരു സ്ഥലത്ത് ഇതൊന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പടക്കം പൊട്ടിച്ച് അങ്ങോട്ട് തുടങ്ങാം. എത്ര കനമുള്ള ഒരു മെറ്റൽ ഷീറ്റ് ആണെങ്കിൽ പോലും പടക്കം പൊട്ടുന്ന ആ ഒരു ശക്തി കാരണം ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി മാറാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളൊരു സ്ക്രൂ ഉപയോഗിച്ച് ഈ ഒരു ടേബിളിൽ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. വെറും 10 മിനിറ്റ് സമയം പോലും നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം. നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്ക് പടക്കം പൊട്ടിക്കാൻ പറ്റുമോ? പറ്റും. പൊട്ടിച്ച് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള പടക്കം പൊട്ടിക്കൽ? അടിപൊളിയല്ലേ? ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുന്നതിൽ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ മുഹമ്മദ് ഷിബിലിയോടൊപ്പം സജിത് കടലുണ്ടി.